സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു പാഠഭേദമാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ സബ്ജക്റ്റ് പാഠഭേദത്തിലൂടെ അവതരിപ്പിക്കണമോ അതോ മറ്റ് ഏതെങ്കിലും ഒരു ടൈറ്റിൽ അവതരിപ്പിക്കണമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഈ ഒരു പാഠഭേദം എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു പാഠഭേദമാണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ, പെന്തക്കോസ്ത് സഭകൾ ഒന്നിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിക്കും, ഇതെനിക്ക് തോന്നുന്നു പാസ്റ്റർ സ്വപ്നം കണ്ടതാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഈ പാഠഭേദത്തിൽ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഇന്ന് ദിവസം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എനിക്ക് ശക്തമായിട്ടൊരു നിയോഗം നൽകിയിരിക്കുകയാണ്. കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ മറ്റൊരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇന്ന് രാവിലെ അത് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഉറങ്ങിയത്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് എന്നെക്കൊണ്ട് ഇങ്ങനൊരു പാഠഭേദം ചെയ്യിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്ത സബ്ജക്റ്റ് മാറ്റിവെച്ച് ഇന്ന് ദൈവാത്മാവ് നൽകിയ ഒരു നിയോഗമനുസരിച്ച് ഞാൻ കണ്ട ഒരു സ്വപ്നം പാഠഭേദത്തിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. എനിക്ക് വളരെയധികം ആശങ്കകളുണ്ട് ഈ പാഠഭേദം ചെയ്യുമ്പോൾ. കാരണം എൻ്റെ പ്രേക്ഷകർ ഏത് വിധത്തിൽ ഇതിനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഫിനി പാസ്റ്റർ കണ്ട മണ്ടൻ സ്വപ്നം എന്ന് പറയാൻ ധാരാളം ആളുകൾ കാണും, അത് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ദൈവാത്മാവ് നൽകിയ ഒരു നിയോഗമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വളരെ ആശങ്കകളോട് അതോടൊപ്പം തന്നെ വളരെ വിചിത്രമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഈ പാഠഭേദം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് രാവിലെ തന്നെ റെക്കോർഡിങ്ങിന് ഞാൻ തയ്യാറായി കഴിഞ്ഞ് എൻ്റെ റെക്കോർഡിംഗ് റൂമിലിരിക്കുമ്പോൾ ആദ്യം എൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, ക്യാമറയ്ക്കകത്ത് ബാറ്ററി സഫിഷ്യൻറ്റ് കാണിക്കുന്നില്ല. അതിനുശേഷം ഞാൻ ചാർജ് ചെയ്യാനിട്ടു, പക്ഷേ എൻ്റെ ബാറ്ററി ചാർജ് ആകുന്നില്ല. അതിനുശേഷം പിന്നെയും ചില മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു വിധത്തിൽ ക്യാമറയൊക്കെ ഓണാക്കി ഈ ഒരു റെക്കോർഡിങ്ങിനിരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, അത് ക്ലാഷ് ആകുന്നു. അതിനുശേഷം ഞാൻ പിന്നെയും ഒരു വിധത്തിലെല്ലാം നേരെയാക്കി റെക്കോർഡിങ്ങിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റം തനിയെ റീസ്റ്റാർട്ടാകുന്നു. ഞാൻ അതുവരെയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ശ്രമിച്ചിട്ടാണ് ഈ പാഠഭേദം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഈ പാഠഭേദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരു നിയോഗത്തോട് ചെയ്യുന്ന പാഠഭേദമാണ്. ഞാൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പലപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെ അധികരിച്ചുകൊണ്ട് പാഠഭേദങ്ങൾ ചെയ്തിട്ടുണ്ട്. മറുനാടൻ ഷാജൻ സക്രിയയെക്കുറിച്ചും ഈ രാഷ്ട്രീയക്കാരൻ PC ജോർജിനെക്കുറിച്ചൊക്കെ പണ്ട് കണ്ട സ്വപ്നങ്ങൾ ഞാൻ പാഠഭേദത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്വപ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ രാവിലെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്. പിന്നെ ഈ രാവിലെ കാണുന്ന സ്വപ്നങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ഓർത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കണ്ടുണർന്ന സ്വപ്നം, ആ സ്വപ്നമാണ് ഇന്ന് പാഠഭേദത്തിലൂടെ പങ്കുവെക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടി ഞാൻ കാണുകയാണ്, കുറേ പെന്റിക്കോസ്റ്റൽ നേതാക്കന്മാരെ ഞാൻ കാണുന്നു. അവരൊന്നിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്താണ് ചർച്ച ചെയ്യുന്നത്? പെന്റിക്കോസ്റ്റൽ സഭകൾ എല്ലാം കൂടെ ഒന്നിച്ച് മേർജ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച്, ഒരു ഐക്യ കൂട്ടായ്മ നടത്തുന്നതിനെക്കുറിച്ചല്ല. പെന്റിക്കോസ്റ്റൽ സഭകളെല്ലാം കൂടെ ചേർന്ന്, എല്ലാ സഭകളല്ല കേട്ടോ, സംഘടനകൾ, എല്ലാ സംഘടനകളും ചേർന്ന്, എല്ലാ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് ഒറ്റയൊരു സംഘടനയാകാൻ പോകുന്നു എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ സ്വപ്നത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. പെന്റിക്കോസ്റ്റൽ സംഘടനകളെല്ലാം ഒന്നിച്ച് മെർജ് ചെയ്യുന്നു. പല സന്ദർഭങ്ങളിൽ പെന്റിക്കോസ്റ്റൽ സംഘടനകളെക്കുറിച്ചും എന്തിനാണ് ഇത്രയും ഡിനോമിനേഷൻ എന്നും, പിന്നെ ഈ പെന്റിക്കോസ്റ്റൽ സഭകൾക്കകത്തുള്ള രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്നും ചോദിക്കാറുണ്ട്. ഞാനത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നെങ്കിലും ദൈവാത്മാവ് നിയോഗം നൽകുമ്പോൾ മാത്രം ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങനൊരു സബ്ജക്റ്റ് ഇന്ന് സ്വപ്നത്തിലൂടെ കണ്ടതുകൊണ്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ സഭയും സംഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താ, പെന്റിക്കോസ്റ്റൽ സഭകൾക്കകത്തുള്ള ഈ രാഷ്ട്രീയ പ്രക്രിയ
ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും ഞാൻ പറയില്ല. ഞാൻ കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വപ്നം കാണുന്നു. പെന്തിക്കോസ്റ്റൽ നേതാക്കന്മാരെല്ലാം കൂടി ചർച്ച ചെയ്യുകയാണ് പെന്തക്കോസ്ത് മേർജാകുന്നതിനെക്കുറിച്ച്, പെന്തക്കോസ്റ്റൽ സംഘടനകൾ മേർജാകുന്നതിനെക്കുറിച്ച്. ഞാൻ രാവിലെ സ്വപ്നം കണ്ട് ഉണർന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചെയ്തത്, അതായത് എൻ്റെ കണ്ണുകളൊക്കെ വലിച്ചു തുറന്നിട്ട് എൻ്റെ മൊബൈലെടുത്ത് മൊബൈലിലെ നോട്ട് പാഡിൻ്റെ അകത്ത് ഞാൻ കണ്ട സ്വപ്നം എഴുതി വെക്കുകയായിരുന്നു. കാരണം ഇത് മറന്നു പോകരുത്. ഞാൻ എൻ്റെ മൊബൈലിൽ കുറിച്ചു വെച്ച നോട്ട്, അതായത് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ ഒന്നിക്കുന്നു. അങ്ങനെ ആ ചർച്ച അവിടെ നടക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എണ്ണയും തീയും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും? വിചിത്രമായ ചോദ്യമല്ലേ? അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, കത്തും. അതായത് എണ്ണയും തീയും കൂടെ ഒന്നിച്ചു വന്നാൽ ഭയങ്കരമായിട്ട് തീ കത്തും. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾ തന്നെ എന്നോട് പറയുകയാണ്, കത്തട്ട്, വേണ്ടാത്തതെല്ലാം കത്തി ചാമ്പലാകട്ടെ. അതായത് അശുദ്ധിയെല്ലാം, അശുദ്ധമായതെല്ലാം കത്തി ചാമ്പലാകട്ടെ. എനിക്ക് കാര്യം മനസ്സിലായി. അശുദ്ധമായതെല്ലാം കത്തി ചാമ്പലാകുന്ന എണ്ണയും ഈ പറഞ്ഞ തീയും ചേരുന്ന ഒരനുഭവം പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ച ആൾ തന്നെ എനിക്കൊരു എക്സ്പ്ലനേഷനും പറഞ്ഞു തരികയാണ്. എണ്ണ പരിശുദ്ധാത്മാവാണെന്നും തീ ദൈവത്തിൻ്റെ വചനമാണെന്നും, അതായത് നമ്മുടെ സഭകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും ദൈവവചനവും ഒന്നിച്ച് ചേർന്ന് വലിയ ഒരു തീ കത്തണമെന്നും, അശുദ്ധമായതിനെ എല്ലാം, വേണ്ടാത്തതിനെ, ദൈവവചനപ്രകാരം വേണ്ടാത്തതിനെ എല്ലാം കരിച്ച് ചാമ്പലാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാക്കണമെന്നും എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് മനസ്സിലാകുകയാണ്. ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. വേഗത്തിൽ അത് കുറിച്ചു വെച്ചു. പിന്നീട് ഞാൻ ആലോചിച്ചതെല്ലാം ഈ സ്വപ്നത്തെക്കുറിച്ചാണ്. അങ്ങനെ എൻ്റെ ചിന്തകളിൽ വന്ന ചില ആശയങ്ങൾ പ്രിയമുള്ള പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പെന്തക്കോസ്തുകാർക്ക് വേണ്ടി, അവർ മാത്രം കേൾക്കുവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് പെന്തക്കോസ്തുകാർ മാത്രം കേൾക്കുവാൻ, നമ്മുടെ സമുദായത്തിൻ്റെ അകത്ത് വെളിപ്പെടേണ്ട ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള ചില വാക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. എണ്ണ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപമാനമായിട്ട് എണ്ണയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ തീ എങ്ങനെയാണ് ദൈവവചനം എന്നാണ് രാവിലെ ഉണർന്നപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വചനം എനിക്ക് ഓർമ്മ വന്നത്. നിൻ്റെ വചനം എൻ്റെ അസ്ഥികൾക്കകത്ത് തീയായി കത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അസ്ഥികൾക്കകത്ത് തീയായി കത്തുന്നതാണ്. എണ്ണയും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനമായ തീയും ഒന്നിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭകളിൽ, സംഘടനാ സമുദായങ്ങളിൽ, സംഘടനാ കൂട്ടങ്ങളിൽ ഒന്ന് കത്തേണ്ടത് ആവശ്യമാണെന്ന് എൻ്റെ ഉള്ളിൽ ആത്മാവ് നൽകിയൊരു ബോധ്യം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് പ്രഘോഷിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ പ്രഘോഷിക്കുകയാണെങ്കിൽ, അതായത് കേവലം അക്ഷരമായിട്ടല്ല, കല്ലിൽ കുത്തിയ അക്ഷരമായിട്ടല്ല, അറിവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിനാൽ ഒരു അഗ്നിയുടെ അനുഭവത്തിൽ പ്രഘോഷിക്കുകയാണെങ്കിൽ നമ്മുടെ സഭകൾക്കകത്ത്, സംഘടനകൾക്കകത്ത് വലിയ ശുദ്ധീകരണം നടക്കുമെന്നും വേണ്ടാത്തതെല്ലാം മാറിപ്പോകുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. പറയാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഈ വീഡിയോ ഒത്തിരി ദീർഘമാകാതിരിക്കുവാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ സ്വപ്നം കണ്ടതുപോലെ എന്നെങ്കിലും പെന്തക്കോസ്ത് സഭകളെല്ലാം കൂടെ ചേർന്ന് ഒറ്റ സംഘടനയായി ഒരു പ്രസ്ഥാനമായി തീരുമോ? അത് വെറും സ്വപ്നമല്ലേ? പ്രിയമുള്ളവരെ, അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ലെന്ന് എനിക്കും അറിയാം. ഞാനങ്ങനെ സ്വപ്നം കണ്ടെങ്കിലും എൻ്റെ മനസ്സും ബുദ്ധിയും പറയുന്നത് അത് അസാധ്യമാണ്. അങ്ങനെ ഒരിക്കലും പെന്തിക്കോസ്ത് സഭകൾ ഒന്നിച്ച് ചേർന്ന് ഒരു സംഘടനയായി മേർജ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഒരു മണ്ടൻ സ്വപ്നം കണ്ടിട്ട്
എന്തിനാണ് ഇങ്ങനൊരു പാഠഭേദം ചെയ്യുന്നത്? പ്രേക്ഷകരോട് ഞാൻ പറയാം, ഞാൻ ഈ സ്വപ്നം കണ്ട ശേഷം എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ, ചില ആശയങ്ങൾ, ഒരു ആഴത്തിലുള്ള ഇഴയടുപ്പമുള്ള പെന്റിക്കോസ്റ്റൽ ഐക്യത്തിന് വേണ്ടിയുള്ള ചില ആശയങ്ങൾ ഞാൻ പ്രിയമുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഭാ നേതാക്കന്മാരെ, ദൈവമക്കളെ, നമ്മുടെ സഭകൾക്കകത്ത് അന്യം നിന്നുപോയ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയുടെ പ്രവൃത്തി നാം വീണ്ടെടുക്കണം. പണ്ട് ഉണ്ടായിരുന്നത് പോലെ ദൈവവചനം ഏതൊക്കെ വിധത്തിലുള്ള പരിശുദ്ധാത്മ പ്രവൃത്തികളെ പിന്താങ്ങുന്നുവോ അതെല്ലാം നമ്മുടെ സഭകൾക്കകത്ത് നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ ഇടയായിത്തീരണം. വചനം മാത്രം പ്രസംഗിച്ചു കൊണ്ടിരുന്നാൽ അത് അക്ഷരമായി മാത്രം അവശേഷിക്കും. അതിന് രൂപാന്തരപ്പെടുത്തുവാൻ ഉള്ള ശക്തിയില്ല. വചനം അക്ഷരമായി പ്രസംഗിച്ചാൽ പോരാ, വചനം പ്രസംഗിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയുണ്ടാകണം. എണ്ണയും തീയും ചേർന്ന് നമ്മുടെ സഭകൾക്കകത്ത് കത്തണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 2025 ഡിസംബർ മാസം അവസാന ദിവസങ്ങളിൽ ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ സഭകളിൽ ഉണ്ടാകുവാൻ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മുടെ സഭകളിൽ പ്രഘോഷിക്കുവാൻ ഞാൻ എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളോട്, സഭാ ശുശ്രൂഷകന്മാരോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്കൊരു വലിയ മാറ്റം നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ അകത്ത് കാണുവാൻ ഇടയായിത്തീരണം. അങ്ങനെ എണ്ണയും തീയും ഒന്നിച്ചു ചേർന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വേണ്ടാത്തതെല്ലാം കരിഞ്ഞ് ചാമ്പലാകും. ആഴത്തിലുള്ള ഒരു ഐക്യതയ്ക്കുള്ള ശ്രമങ്ങൾ നമ്മൾ പിന്നെയും തുടരണം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ട ചില വാർത്തകളാണ്. കേരളത്തിലെ പ്രമുഖ പെന്തിക്കോസ്റ്റൽ സംഘടനകളുടെ നേതാക്കന്മാർ കൂടിച്ചേർന്നിട്ട് ഒരു പെന്തിക്കോസ്റ്റൽ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണ്ട് മുതലേ അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ ഒരു കോമൺ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കീഴിൽ എല്ലാ പെന്തിക്കോസ്റ്റൽ സമൂഹത്തെയും ഒന്നിച്ചു നിർത്തുവാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുരുപദേശങ്ങൾക്കെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൽ, അതായത് ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായ ശബ്ദമായി മാറേണ്ട ഒരു പെന്തിക്കോസ്റ്റൽ ഒരു കോമൺ ബോഡി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ശ്രമങ്ങൾ അതിനെ മുൻപോട്ട് കൊണ്ടുപോകണം. പണ്ടൊക്കെ അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് ആ ശ്രമങ്ങൾ പാതി വഴിക്കില്ലാതെ പോയി. ഇനിയും അങ്ങനെ സംഭവിക്കരുത്. കേരളത്തിലെ മലയാളി പെന്തിക്കോസ്റ്റൽ സമൂഹത്തിന് വ്യത്യസ്തമാകുന്ന ആഴത്തിലുള്ള ഒരു ഐക്യതയുടെ പാതയിലേക്ക് നമ്മൾ മുൻപിലേക്ക് പോകണം. അങ്ങനെയുള്ള ഐക്യത സാധ്യമാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച ഒരു കാര്യമുണ്ട്, സൂം മീറ്റിങ്ങുകൾ. അത് ഏത് ചർച്ചിൻ്റെ സൂം മീറ്റിംഗ് ആണെന്ന് നോക്കാതെ നമ്മൾ സൂം മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്തു. നമ്മുടേതല്ലാത്ത കൂട്ടായ്മകൾ, നമ്മുടെ പരിചയമില്ലാത്ത ദൈവദാസന്മാർ, അവരുടെ ശുശ്രൂഷയൊക്കെ അനുഭവിപ്പാൻ നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അന്നാണ് പലരും അവരുടെ സഭയുടെ വേലിക്കെട്ടിൻ്റെ പുറത്തുള്ള സഭകളിൽ, സംഘടനകളിൽ ശുശ്രൂഷകന്മാർ എന്ത് പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലായത്. എന്നോട് ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനാകുന്ന, വളരെ പ്രശസ്തമാകുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സംഘടന വിട്ട് ഒരാൾ വന്ന് ശുശ്രൂഷിക്കുന്നത്. ഞങ്ങളുടെ സംഘടനയുടെ പുറത്തുള്ള ഒരാളുടെ ശുശ്രൂഷ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് അദ്ദേഹം പറവാനിടയെത്തുന്നു. അതായത് ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് ഒരാളെ പുറത്തുനിന്ന് കൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ സഭയ്ക്ക് പുറത്തും ശുശ്രൂഷകന്മാരുണ്ടല്ലോ എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായതായിട്ട് എന്നോട് പറവാനിടയെത്തുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സഹകരണങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കണം. നമ്മുടെ സംഘടനയ്ക്ക് അകത്തുള്ളവർ മാത്രമല്ല, ഉപദേശൈക്യമുള്ള സഭാ സമൂഹങ്ങളിലെ, സംഘടനകളിലെ ദൈവദാസന്മാരെ, അവരുടെ ശുശ്രൂഷകളെ മറ്റുള്ളവർ ഉൾക്കൊള്ളാനും അനുഭവിപ്പാനും തയ്യാറായിത്തീരണം. അത് നല്ല ഒരു നീക്കമായിരിക്കും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാരോടാണ്. ഈ സംഘടനകളിൽ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളൊക്കെ കണ്ട് മനം നൊന്ത് നിൽക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ചിലത് ചെയ്യുവാൻ കഴിയും. ഞാൻ എൻ്റെ അനുഭവം പറയാം. അതായത് ഞാൻ ഉൾപ്പെട്ടു നിന്ന മാതൃസഭയിൽ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ, ഞങ്ങളെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ചർച്ച് പൊളിറ്റിക്സ് ഉള്ള ഒരു കാലഘട്ടത്തിൽ, അന്ന് ഞങ്ങൾ ഒരേ പ്രായക്കാരായ 3 പേർ
ഒന്നിച്ച്, ഞാനും എബി എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതനും സന്തോഷ് എന്ന് പറയുന്ന എൻ്റെ കസിനും, ഞങ്ങൾ ഒരേ ചർച്ചിൽ ഒരേ പ്രായക്കാർ, ഞങ്ങൾ 3 പേരും കൂടെ എടുത്തൊരു തീരുമാനം ഞാൻ ഓർക്കുന്നു. അതായത് സഭയിലെന്നും ഈ ബഹളവും വഴക്കും ഒക്കെ കണ്ടിട്ട് മനം നൊന്ത 3 യൗവനക്കാർ ഒന്നിച്ച് നിന്നിട്ട് പറയുകയാണ്, എടാ നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും 3 പേരും ഈ സഭയ്ക്കകത്ത് ഇങ്ങനെ തമ്മിൽ തല്ലരുത് എന്ന് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നു. ഞങ്ങളുടെ അപ്പന്മാർ തമ്മിൽ തല്ലുന്നു, പക്ഷേ ഞങ്ങളത് ചെയ്യുകയില്ല, ചെയ്യരുത് എന്ന് 3 ചെറുപ്പക്കാർ എടുത്തൊരു തീരുമാനം. പക്ഷേ ഞങ്ങൾ വളർന്ന് വലുതായപ്പോൾ 3 പേരും 3 വഴിക്ക് 3 ദേശങ്ങളിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് തമ്മിൽ തല്ലാനും അവസരം കിട്ടിയില്ല, ഒന്നിച്ച് ആരാധിക്കാനും അവസരം കിട്ടിയില്ല. എന്താണെങ്കിലും ചെറുപ്പക്കാർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. ഞങ്ങൾ ചെയ്തത് പറയാം. അന്ന് യൗവനക്കാരായ ഞങ്ങൾ, അതായത് ഞങ്ങളുടെ ലോക്കൽ സ്ഥലത്തെ അയൽ സഭകളിലെ ചെറുപ്പക്കാരെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരേ ആത്മീക വീക്ഷണമുള്ള ചെറുപ്പക്കാർ, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, പിന്നെ ഷാരോൻ, WME, ചർച്ച് ഓഫ് ഗോഡിൻ്റെ പേര് പറയാത്തത്, അന്ന് ഞങ്ങളുടെ ലൊക്കേഷനിൽ ഒരു ചർച്ച് ഓഫ് ഗോഡ് ഇല്ലായിരുന്നു. അങ്ങനെ അഭിപ്രായ ഐക്യമുള്ള എല്ലാ സഭകളിലെ ചെറുപ്പക്കാർ ഒന്നിച്ച് എല്ലാ സൺഡേയിലും വൈകിട്ട് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഞങ്ങളുടെ ദേശത്തെ ഉണർവിന് കാരണമായി തീർന്നു. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ ദേശത്തെ പാസ്റ്റേഴ്സ്, പല സംഘടനകളിലെ പാസ്റ്റേഴ്സ് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ കാരണമായി തീർന്നു. അത് ഞങ്ങളുടെ ദേശത്തെ സഭാ ഐക്യത്തിന്, ഉണർവിൻ്റെ ഒരു ചരിത്ര കാരണമായി തീരുവാനിടയായി തീർന്നു. ഇന്നും നമുക്ക് ഇത് പറ്റും. നമ്മുടെ ചെറുപ്പക്കാർ അടുത്തുള്ള സഭകളിലെ ചെറുപ്പക്കാരുമായി ഒന്നിച്ചു പ്രാർത്ഥിക്കട്ടെ, ഐക്യമായി അവർ ചിലത് ചെയ്യട്ടെ. ആ ഐക്യത അടുത്ത തലത്തിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഭാസമൂഹത്തിലേക്ക്, പിന്നീട് നേതൃത്വത്തിലേക്ക് ഒക്കെ പടർന്ന് പിടിക്കുവാൻ ഇടയായിത്തീരും. ഇത്തരം ചില ഐക്യ പ്രവർത്തനങ്ങൾ എല്ലാ ദേശങ്ങളിലും ഉണ്ടാകട്ടെ. സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ദൈവമക്കൾ ഒന്നിച്ചുള്ള കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ ഒക്കെ ഉണ്ടാകട്ടെ. ആരെങ്കിലുമൊക്കെ പറയും നമ്മുടെ കൂട്ടം വിട്ട് വേറൊരു പ്രാർത്ഥനയ്ക്ക് പോകരുത്. അതൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിലുള്ള ഒരേ അഭിപ്രായമുള്ളവർ ഒന്നിച്ചു പ്രാർത്ഥനകൾ, ഒന്നിച്ചുള്ള സഹകരണങ്ങൾ ഒക്കെ ഒന്ന് വർദ്ധിക്കട്ടെ. അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അസാധാരണമാകുന്ന ഒരൈക്യം, ഞാൻ പറഞ്ഞതുപോലെ മേർജ് ചെയ്ത് ഒറ്റ സംഘടനയൊന്നും ആയില്ലെങ്കിലും ഈ എല്ലാ സംഘടനകളും ഒന്നിച്ച് നിൽക്കുന്ന ഒരു അപെക്സ് ബോഡി, ഒരു അഭിപ്രായം പറയാൻ, പെന്തക്കോസ്ത് എന്താണെന്ന് പറയാൻ ഒരു ആർജവമുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ട്, അത് ദൈവാത്മാവിൻ്റെ നിയോഗമാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ട്, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, പല പ്രാവശ്യം തടസ്സം വന്നെന്ന്. പിന്നെയും തടസ്സം വന്നു. ഈ വീഡിയോ ഇടയ്ക്ക് വെച്ച് പിന്നെയും എനിക്ക് നിർത്തേണ്ടി വന്നു. നിർത്തിയിട്ട് രണ്ടാമതൊരു ഫയലായിട്ട് ബാക്കി ഭാഗങ്ങൾ രണ്ടാമത് പറഞ്ഞു തുടങ്ങേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാകുകയാണ് ഈ സന്ദേശം ജനത്തിലേക്ക് എത്തുവാൻ ഏതൊക്കെയോ എന്തൊക്കെയോ ശക്തികൾ ആഗ്രഹിക്കുന്നില്ല. അതിനെയൊക്കെ പ്രാർത്ഥിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പ്രേക്ഷകരുമായി ഇന്ന് പാഠഭേദത്തിലൂടെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമാകുന്ന ഒരു പാഠഭേദം എൻ്റെ ജീവിതാനുഭവത്തോട് ബന്ധപ്പെടുത്തി ഒരു സ്വപ്നം ഒരുപക്ഷെ സാക്ഷാത്കരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം തീരുമാനിച്ചാൽ സാധ്യതയുള്ള ഒരു സ്വപ്നം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മറ്റ് പെന്തിക്കോസ്റ്റൽ വിശ്വാസികളിലേക്ക് എത്തുവാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തെ എണ്ണയും തീയും ഒന്നിച്ചു ചേർന്ന് കത്തുന്ന ഒരു ആത്മനിറവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ കാലഘട്ടത്തിലെ ഒരു ഉണർവിൻ്റെ വക്താക്കളായി മാറുവാൻ നമുക്ക് കഴിയും. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.